പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് പറയാറുണ്ട്, കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനോ നാളെക്കുറിച്ച് ആലോചിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. എല്ലാ ദിവസവും വളരെ ഹെക്റ്റിക്കാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫും സോഷ്യൽ ലൈഫും ബിസിനസ് ലൈഫും എല്ലാം കൂടെ മിക്സ്ഡാണ്, ഒരു അവിയൽ പരുവത്തിലാണെന്നുള്ളത്. മാത്രമല്ല, പലരും ലൈഫിനെ തന്നെ കാണുന്നത് ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റായിട്ടാണ്. എല്ലാവരെയും അറിയിക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, എല്ലാ ക്ലബിലും ജോയിൻ ചെയ്യണം, എല്ലാവരോടൊപ്പവും സമയം സ്പെൻഡ് ചെയ്യണം, ചായ കുടിക്കണം, യാത്ര പോകണം, ആഘോഷങ്ങളിൽ പങ്കെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെയാണ് സമയം? അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു ദം വിൽ ബി അറ്റ് ദ മേഴ്സി ഓഫ് വാട്ട് മാറ്റേഴ്സ് ലീസ്റ്റ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ സമയത്തിനും അറ്റൻഷനും വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്താൽ നമ്മളുടെ ഒരു എംപ്ലോയി വർക്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൻ്റെ പകുതി പോലും നമ്മൾ ആക്റ്റീവ്ലി നമ്മുടെ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റായി പരിഗണിക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ട എപ്പോഴാണ് നമ്മുടെ ബിസിനസ് വളർന്ന് പന്തലിച്ച് നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് ഈ ബിസിനസ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളൊരു എക്സിറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റായി പരിഗണിക്കുകയും സോഷ്യൽ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ചെയ്യേണ്ടത്. ടിൽ ദെൻ ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്, family and business.